എങ്ങനെയുണ്ട്? എന്തായാലും നന്നായില്ലേ? എന്ത് നല്ലതാണെന്ന്? ഇനി മുതൽ എന്നെ വഴക്ക് പറയില്ലല്ലോ. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു മീറ്റിംഗ്? ഒരുപാട് നാളായിട്ട് എങ്ങനെ അജയനെ വളയ്ക്കുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോഴാ അതിനുള്ള ഐഡിയ എനിക്ക് കിട്ടിയത്. പറയാം. ഈ പ്ലാൻ എങ്ങാനും സക്സസ് ആയി കഴിഞ്ഞാ അജയ് എന്റെ കയ്യിലായിരിക്കും. പക്ഷേ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രോബ്ലം എന്ന് പറ, ഞാൻ നോക്കാം. ദീപ പ്ലീസ്, ഇത് കൂടുതൽ കുഴപ്പിക്കല്ലേ. എന്താ പ്രോബ്ലം അഞ്ജലി? പ്രോബ്ലം ഞാൻ തന്നെയാ. കാരണം ഈ ഐഡിയ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് നിന്റെ സഹായം കൂടെ വേണം. എന്റെ ബെറ്റിൽ ജയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണല്ലേ? അതുകൊണ്ട് എനിക്കെന്താ ലാഭം? ഏയ്, നമുക്ക് എല്ലാവർക്കും ലാഭമാ. അസുഖമുള്ളവരാണ് അജയുടെ വീക്ക്നെസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അസുഖക്കാരിയായിട്ട് ഞാൻ തന്നെ അഭിനയിക്കാൻ പോവാ. പ്രിയാണ് എന്നെ പറ്റി അജയോട് പറയാൻ പോകുന്നത്. ഇതാണ് പ്ലാൻ നമ്പർ 1. എനിക്ക് വലിയൊരു അസുഖം ഉണ്ടെന്ന് അജയ് അറിഞ്ഞു കഴിഞ്ഞാ അവൻ എന്നെ ഓർത്ത് വല്ലാതെ സാധാപപ്പെടില്ലേ? അപ്പൊ എന്നെ കാണാൻ വരാൻ അവൻ സമ്മതിക്കും. പ്ലാനൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ നിനക്ക് എന്താ സുഖം എന്ന് ചോദിച്ചു ഞാൻ എന്താ പറയാ? യു ആർ റൈറ്റ്. എനിക്കിപ്പോ എന്താ സുഖം പറയും? ഞാൻ പറയാം, നിനക്ക് ക്യാൻസർ. അതൊക്കെ ചീപ്പ് ഐഡിയ. ഓക്കെ, നിനക്ക് ലുക്കീമിയ. അതൊക്കെ വലിയ അസുഖാടി. ഇത് തല മുതൽ കാല് വരെ വരുന്ന അസുഖമായിരിക്കണം. തല മുതൽ കാൽ വരെയോ? യെസ്. എന്താടി? എനിക്ക് ബ്രെയിൻ ട്യൂമർ. ഓക്കെ, ബ്രെയിൻ ട്യൂമർ. നെക്സ്റ്റ്, നീ ഇനി എപ്പോഴാ ചാകാൻ പോകുന്നേ? 1 year? ഓ, അത് കൂടുതലാ. 8 മാസം? ലക്കി നമ്പർ അല്ല. 6 മാസം? ഇല്ലല്ല, 3 മാസം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 3 മാസോ? ഇത് വളരെ കുറവല്ലേടി? ദീപാ, സമയം കുറവാണെങ്കിലേ സങ്കടം കൂടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, 5 മാസമായിട്ട് തീരുമാനിക്കും. ഓൾറൈറ്റ്. പ്ലാൻ നമ്പർ 1. പ്രിയാണ് അജയോട് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറയാൻ പോകുന്നത്. ഈ പ്ലാൻ വർക്കാവോ? ഓഫ് കോഴ്സ്. ബെറ്റ് വെച്ചാലോ 50 rupees. അതൊന്നും പറ്റില്ല കേട്ടോ. ഏയ്, എന്തിനാ ഇങ്ങനെ അലറുന്നത്? 50 രൂപ എന്താ അത്രയ്ക്ക് വലുതാണോ? ഈ ബെറ്റിന് വേണ്ടിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ റിസ്ക് എടുത്തോണ്ടിരിക്കുക. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് യാർ. വാ, എല്ലാവർക്കും സീറ്റിലേക്ക് പോവാം. ഏയ്, ഒന്ന് നിന്നേ. അത് ശരി, ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. എന്ത്? ബ്രെയിൻ ട്യൂമർ എവിടെ വരുന്നേ? അവനെന്താടാ രാവിലെ പമ്പരമായിട്ട് കളി? അതെന്നാടാ ഞാൻ ചോദിച്ചത്. ഇവനെന്ത് പറ്റി? കാലത്ത് തന്നെ തുടങ്ങി. ഞാൻ വന്നപ്പോഴും ഇതന്നെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോ രാവിലെ പയ്യനായെന്നാ തോന്നുന്നു. പ്രിയ, ഏയ് പ്രിയ, എന്തിനാ കരയുന്നത്? പ്രിയ, 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 എന്താ പറ്റി? ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ കരയുന്നത്? പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണെ ചെയ്തു തരാം. ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നീയല്ല, ദൈവത്തിന് പോലും എന്നെ സഹായിക്കാൻ പറ്റില്ല. ദൈവത്തിനെ പോലും വിശ്വാസമില്ല, പിന്നെ എങ്ങനെ? പിന്നെ എന്തുകൊണ്ട് ദൈവം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ ആക്കി കളഞ്ഞ്? ഇത്ര ചെറിയ പ്രായത്തില് അവക്ക് എന്തിനാ ഇത്ര വലിയ അസുഖം കൊടുത്ത്? അഞ്ജലി എപ്പോ നോക്കിയാലും വികൃതത്തിലായിട്ട് നടക്കുന്ന പെൺകുട്ടിയല്ലേ? അവക്ക് എന്താ പ്രശ്നം? എന്താ സുഖം അവക്ക്? ബ്രെയിൻ ട്യൂമർ. അഞ്ജലിക്ക് ബ്രെയിൻ ട്യൂമർ? പ്ലീസ്, ഞാൻ പറഞ്ഞെന്ന് അവളോട് പറയല്ലേ. അറിഞ്ഞു കൊന്നുകളയും. അഞ്ജലിക്ക് അറിയോ? അവളെ എന്നോടിത് അവള് പറഞ്ഞപ്പോ മുതല് എന്റെ ഉറക്കമൊക്കെ പോയി, എല്ലാം പോയി. മൈ ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിനുള്ളിൽ ഇത്ര വലിയ ദുഃഖമൊക്കെ താങ്ങി എങ്ങനെയാ ചിരിക്കാൻ പറ്റുന്ന അവളെ കൊണ്ട്? അത് അവളുടെ ക്യാരക്ടർ. അവള് മനസ്സിലുള്ള വേദന ആരുടെ അടുത്ത് കാണിക്കില്ല. അവള് എന്നോട് എപ്പോഴും പറയും, ദുഃഖം നമ്മൾ അടച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷം മാത്രം ഷെയർ ചെയ്യണമെന്ന്. അവക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. പക്ഷെ പ്രയോജനമൊന്നുമില്ലല്ലോ. നിന്നോടത് പറയാൻ പറ്റില്ല. പ്രിയ, പറയേ, എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരാം.
സത്യമായിട്ടും സത്യമായിട്ടും പറഞ്ഞ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചെന്ന് അവളോട് പറയല്ലേ. എന്താന്ന് പറ. അവക്ക് നിന്നെ കാണുന്ന ആഗ്രഹമുണ്ട്. ഒരേ ഒരു പ്രാവശ്യം, ഓൺലി 5 minutes. ചോദിച്ചപ്പോ അവളുടെ മനസ്സിൽ മുഴുവൻ നീയാണെന്ന്. പ്രിയ, നീ അഞ്ജലിയോട് വിട്ട് പറ. അവൾക്ക് എപ്പോഴാണോ എന്നെ കണ്ട് സംസാരിക്കണം തോന്നുന്നു വെച്ചാൽ ഞാൻ റെഡിയാണ്. താങ്ക്സ് അജയ്, താങ്ക്സ്. ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോവാം. അജയ്, അജയ് അച്ഛാ, എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. എന്താ വല്ലായിരിക്കുന്നത്? അറിയോ ഓൾറൈറ്റ്? ഐ ആം ഓൾ റൈറ്റ്. ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്തിനെ കുറിച്ച്? ഈ ഭംഗിയുള്ള പൂക്കളെ പറ്റി ആലോചിക്കായിരുന്നു. ദേ ആർ ബ്യൂട്ടിഫുൾ. രാവിലെ വിരിഞ്ഞ് എല്ലാവർക്കും ഭംഗിയേകുന്ന ഈ പൂക്കള് വൈകുന്നേരം വാടി പോവുമെങ്കിൽ പോലും ആ ഒരു ദിവസം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തിട്ടില്ല അച്ഛാ പോകുന്നത്. എന്തു പറ്റി? ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല അച്ഛാ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം. എന്താന്ന് വെച്ചാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന എങ്ങനെയാന്ന് ഇന്നാ ഞാൻ പഠിച്ചത്. ലൈഫിനെ ഇനി പോസിറ്റീവായിട്ട് സമീപിക്കുന്നുള്ള അച്ഛാ. നീ ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോ അച്ഛന് വളരെ സന്തോഷമാകുന്നു മോനെ. വളരെ സന്തോഷം തോന്നുന്നുണ്ട് മോനെ. ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയോ? അസുഖമുള്ളവരെങ്ങനെ ഇരിക്കാനാ? അസുഖമുള്ളവരെ പോലെ. എല്ലാം പെട്ടെന്ന് വേണം കേട്ടോ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യടി. ഫൈനൽ ടച്ച് ഉണ്ടല്ലോ. Come on. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഈ ലിപ്സ്റ്റിക് ഇട്, ഇത് നല്ല ഷെയ്ഡാ. കുറച്ച് കണ്ണെഴുതടി. സ്റ്റോപ്പ്. ഫൈനൽ ടച്ച് അല്ലേ? ലിപ്സ്റ്റിക്. What's wrong with you? ബ്രെയിൻ ട്യൂമർ പേഷ്യൻസ് ഇങ്ങനെയാ ഇരിക്കേണ്ടത്. நீர் வேற இல்லை இல்லை ஆ ஓகே ஓகே அப்புறம் ஓகே ஓகே ഹായ്, ഹലോ, ഞാനിവിടെ ഇരുന്നോട്ടെ. ഐ എം സോറി. ഇരിക്കും. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ഹലോ. തനിക്ക് ഐ എം ഫൈൻ, എസ്പെഷ്യലി ടുഡേ. തന്റെ ഹെൽത്ത് ഇപ്പം എങ്ങനെയുണ്ട്? എന്റെ ഹെൽത്തിന് എന്താ? അഞ്ജലി, ഡോണ്ട് വറി, എനിക്കെല്ലാം അറിയാം. എന്റെ ഹെൽത്തിനെ കുറിച്ച് ആരാ നിങ്ങളോട് പറഞ്ഞ? എനിക്കറിയാം, ആ പ്രിയല്ലേ പറഞ്ഞത്. കാരണം അവൾക്ക് മാത്രമേ അറിയൂ. ഐ എം സോറി. അഞ്ജലി ഒന്നിരുന്നേ, തന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്നോട് എന്താ സംസാരിക്കണ്ട? നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? മനസ്സിൽ ഇത്രയും ദുഃഖം കൊണ്ടു നടന്നിട്ട് നിന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്നത്? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഉള്ളതുപോലെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മേ ബി ഐ എം ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നിനക്ക് കുറെ നാൾ ജീവിക്കണം ആഗ്രഹമില്ലേ? ഉണ്ടല്ലോ, ദാറ്റ്സ് നാച്ചുറൽ. നിനക്ക്
നിനക്ക് ദൈവത്തോട് ദേഷ്യം തോന്നില്ലേ? വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി പ്രകാരം എന്ത് നടക്കണോ അത് നടക്കും. യാഥാർത്ഥ്യത്തെ എത്ര വേഗം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നോ അതാ നല്ലത്. ഇത്രയും ചെറിയ പ്രായത്തിൽ നീ ഇത്രയും വലിയ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചത്? ഉള്ള സമയം വളരെ കുറവല്ലേ. എന്റെ അവസ്ഥയോർത്ത് എപ്പോഴും കരഞ്ഞോണ്ടിരുന്ന എന്റെ ചുറ്റിനുള്ളവരും അതോർത്ത് വിഷമിക്കില്ലേ. എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇതാ എന്റെ ആഗ്രഹം.